യഥാർത്ഥത്തിൽ ഒരാൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാത്തിനും കൊടി പിടിക്കാൻ അവർ നിൽക്കില്ല എന്ന്. എല്ലാ പ്രശ്നത്തിനും ഈ സ്വർഗീയ വെളിപ്പാടുള്ളവൻ സ്വത്രം സംസാരിക്കാൻ നിൽക്കില്ല. എല്ലാവരും സംസാരിക്കുന്നതോടെ നീ ഒന്ന് പറഞ്ഞ് ഞാൻ രണ്ട് ശരി ഞാനിപ്പോൾ തോറ്റി തന്നേക്കാം സ്വത്രം. കുറേ തോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഏതാണ്ട് ചെറുതായി പോകുകയാണെന്ന്. നമുക്ക് സംസാരിക്കാൻ സംസാരിച്ചില്ലേ, നമ്മൾ സംസാരിച്ച് കുറേയൊക്കെ നമ്മളങ്ങ് തോറ്റുകൊണ്ടിരുന്നോട്ടെ, 4 പേര് മുമ്പ് നമ്മൾ നാണം കെട്ടോട്ടെ. പക്ഷെ ഒരു കാര്യം ഹല്ലേലൂയ, നമുക്ക് എന്ത് നഷ്ടമാവില്ല, സ്വർഗം നഷ്ടമാവില്ല എന്ന്. ആമേൻ സ്വത്രം. നല്ല മിടുക്കന്മാർ പിള്ളേർ അനാവശ്യമായിട്ട് നല്ല കീച്ച് എന്ന് പറഞ്ഞാൽ ആമേൻ ചോട്ടാ പിള്ളേരെ നീ എന്നെ കീച്ചു വിടാം എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സ്വത്രം അടുത്ത നമ്മുടെ മുഴുവൻ അഭ്യാസം എന്ത് ചെയ്യണ്ട, കാണിക്കാൻ പോണ്ടാന്ന്. സ്വത്രം പിടിച്ചു സ്വത്രം. അപ്പം ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ചില സമയങ്ങളിലൊക്കെ എന്ത് ചെയ്തോ, തോറ്റതുകൊണ്ട് അവർ പറഞ്ഞത്ര പറയാതെ വരുമ്പോൾ നമ്മുടെ ജഡം പറയും 4 പറയാതെ വന്നത് സ്വത്രം ഇല്ലാന്ന്, കുറെ തോറ്റോട്ടെ സ്വത്രം. നമ്മൾ നിത്യമായി തോക്കുകയല്ല. ഹല്ലേലൂയ. പണ്ട് ബുദ്ധിയുള്ളവർ പറഞ്ഞ തോൽവി എന്താണ്, വിജയത്തിന്റെ മുന്നോടിയാണ് സ്വത്രം. ഇന്ന് തോക്കാത്തതാണ് എന്ത് പ്രശ്നം. ഇന്റർവ്യൂവിൽ മുഴുവൻ തോറ്റ് തുന്നം പാടിയിട്ട് ലാസ്റ്റ് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാകണം. എന്താ പ്രശ്നം? തോക്കണില്ല, ഞങ്ങൾ മുഴുവൻ ജയിച്ചു, ഫുൾ പാസ്. അടുത്ത കുറച്ച് കഴിയുമ്പോൾ വട്ടപൂജ്യം, തൊഴിലില്ല, കൊണ്ടുപോവുക. കാരണം എന്താ പറയുക, തോറ്റിട്ടില്ല. ഞാൻ തോറ്റാൽ ഏതാണ്ട് എൻ്റെ ജീവിതം മുഴുവൻ തീർന്നെന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. കുറെ അങ്ങോട്ട് തോറ്റോട്ടെ സ്വത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് നമ്മളെ തോൽപ്പിക്കാതിരുന്നാൽ മതി. മനുഷ്യർ തോൽപ്പിച്ചോട്ടെ എന്ന്, ആമേൻ, നമുക്കെതിരെ അപവാദം പറഞ്ഞോട്ടെ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളി നെഞ്ച് നീറും സ്വത്രം. ശരി, അവർക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തോട്ടെ എന്ന്. ഇല്ലാത്ത കാര്യം പറയുമ്പോൾ, ഇല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ, ഇല്ലാത്ത കാര്യം നമ്മുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ സ്വത്രം. അവർ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല സ്വത്രം. രക്ഷ പ്രാപിച്ച ഒരു ദൈവ പൈതലുള്ള ബന്ധത്തിൽ എല്ലാവരും സംസാരിച്ചതുപോലെ സംസാരിക്കുക, മൗനം പാലിക്കുക. എന്തിനാണെന്നറിയോ, കർത്താവിന് പ്രവർത്തിക്കാനുള്ള അവസരം. ഹല്ലേലൂയ, 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 ആമേൻ. സ്വർഗത്തെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തിക്ക് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റില്ല, മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റില്ല. ആമേൻ. അവരുടെ ചിന്ത തന്നെ വേറെ ആയിരിക്കും സ്വത്രം. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ, എല്ലാവരും പ്രവർത്തിക്കുന്ന പോലെ, എല്ലാവരും സംസാരിക്കുന്നത് പോലെ സ്വർഗത്തെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. വെളിപ്പാട് കിട്ടിയവൻ ചിന്തിക്കുന്ന ചിന്ത സാധാരണ മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് മാറിയും ഉയർന്ന നിലവാരമുള്ള ചിന്തയായിരിക്കും സ്വത്രം. അതിന് എന്നോട് പറഞ്ഞ ഈ വഴി കൂടെ പോകുന്ന പ്രാന്തൻ കല്ലെടുത്തെറിഞ്ഞാൽ ബോധമില്ലാത്തവൻ തിരിച്ചു 4 എറിയും. ലാസ്റ്റ് കോടതി ചെന്നിച്ച് അവൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പക്ഷെ അവൻ പറഞ്ഞ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ തിരിച്ചു ചെയ്യും സ്വത്രം. പക്ഷെ പണി പാളി സ്വത്രം. അവൻ കല്ലെറിഞ്ഞത് കയ്യേല കാലേല കൊണ്ടേ, ഇവൻ കല്ലെറിഞ്ഞപ്പോൾ തലയില കൊണ്ടേ സ്വത്രം. എന്നെ തിരിച്ചറിഞ്ഞവൻ ഞാനും അടിച്ചു സ്വത്രം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ ഭ്രാന്തൻ. നീയാ സ്വത്രം, നിനക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് പറഞ്ഞ് അവർ സമ്മതിക്കില്ല. അവർ നോക്കുമ്പോൾ നിനക്ക് ഭ്രാന്തില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്ത് അകത്ത് കടന്നു സ്വത്രം. ബുദ്ധിയുള്ളവനെ ഏറും കൊണ്ടേച്ച് മിണ്ടാണ്ട് പോകും. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ചിന്ത ലോക മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് ഉയർന്ന ചിന്തയാകുമ്പോൾ പലപ്പോഴും നമുക്ക് സ്വത്രം പലതും ത്യാഗം ചെയ്യേണ്ടി വരും. വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമുക്ക് പലതും ത്യാഗം ചെയ്യേണ്ടി വരും സ്വത്രം. ത്യാഗം ചെയ്യേണ്ടി വരും. പല കാര്യങ്ങൾക്കും നമ്മൾ മൗനം പാലിച്ച് നമ്മൾ വേദന സഹിക്കേണ്ടി വരും. അല്ലേ? അപ്പം നമുക്ക് വേദന സഹിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്നറിയാവോ? വേറെ ഒന്നുമല്ല, നമ്മൾ സ്വർഗത്തിൽ പോകുന്നതുകൊണ്ടാ സ്വത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സ്വത്രം. ഈ നിങ്ങൾ ശ്രദ്ധിച്ചേ, വെളിപ്പാട് കിട്ടിയ അപ്പോസ്തലന്മാരാ 12 ഒരാൾ ആരായിരുന്നു? യൂദയായിരുന്നു. അവന് വെളിപ്പാടില്ലായിരുന്നു, അവൻ പോയി. മറ്റേ 12 പേരിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ ബാക്കി എല്ലാവരും എങ്ങനെയാണ് മരിച്ചത്? 10 പേരും യേശു കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ്. ഇവർ രക്തസാക്ഷികളായി മരിക്കാൻ
ഇവരങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലായിരുന്നു എന്ന്? നമ്മളെപ്പോലെ അവർ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ആരായിരുന്നു? ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, അവർക്ക് കുടുംബം ഉണ്ടായിരുന്നു, കൊച്ചുമക്കളുണ്ടായിരുന്നു. അവർ രക്തസാക്ഷിയാകുമ്പോൾ അവർക്ക് ജീവിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? സ്വതന്ത്രം. ഇപ്പോഴത്തെ ഈ പ്രായമായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും പ്രത്യേകിച്ച് അമ്മച്ചിമാരും അവരെന്താ പറയണമെന്നറിയാം? സ്വതന്ത്രം. അവർ പറയും, എനിക്ക് ആ മോടെ കല്യാണം കഴിഞ്ഞേച്ച് അങ്ങ് എന്ത് ചെയ്താൽ മതി, ആ കല്യാണം ഒന്ന് കണ്ടേച്ച് മരിച്ചാൽ മതി. സ്വതന്ത്രം. അപ്പം എത്ര വയസ്സായിട്ടോ? ഒരു 60 വയസ്സായ അമ്മച്ചി പറയണത്, എൻ്റെ കൊച്ചുമോൻ്റെ അല്ലെങ്കിൽ കൊച്ചുമോക്കടെ കല്യാണം ഒന്ന് കണ്ടു കഴിഞ്ഞേച്ച് മരിച്ചാൽ മതി, എനിക്ക് അത്ര മാത്രം ആഗ്രഹമുള്ളൂ. അമ്മേ സ്വതന്ത്രം. ആ കൊച്ചുമോൻ്റെ അല്ലെങ്കിൽ മോടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മോളാണെങ്കിൽ കല്യാണം കണ്ട് എനിക്ക് തൃപ്തിയായി, എനിക്ക് സന്തോഷമായി. ഇന്ന് 2 ദിവസം, 3-ാമത്തെ ദിവസം പറയും അവളുടെ കൊച്ചിനെയും കൂടെ ഒന്ന് കണ്ടേച്ച്. സ്വതന്ത്രം. അവളുടെ കൊച്ചിനെയും കൂടെ ഒന്ന് കണ്ടേച്ച് മരിച്ചാൽ മതി. ആ കൊച്ചിനെ കണ്ടു കഴിയുമ്പോൾ പറയും മറ്റേ മോൻ്റെ അല്ലെങ്കിൽ മോക്കടെ മോരുടെ കല്യാണം നടന്നിട്ടില്ല. അപ്പൊ പിന്നെ പറയണത് ആ മോടെ കല്യാണവും കൂടെ ഒന്ന് കണ്ടിട്ട് മരിക്കരുത്, സന്തോഷമായിരുന്നു, പിന്നെ എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല. ഇനി ആ കൊച്ചിൻ്റെ കല്യാണം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായ കൊച്ചിന് കല്യാണം കഴിഞ്ഞിട്ട് വേണം മരിക്കാൻ. സഹോദരാ, ഇങ്ങനെ എത്ര എണ്ണാന്നറിയോ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? എന്താന്ന് പറഞ്ഞാൽ പറയുമ്പോൾ പറയാം എനിക്കങ്ങ് മരിച്ചാൽ മതി എന്ന്. പക്ഷെ എപ്പോഴും ആഗ്രഹം എന്താണ്? കുറേ കൂടെ ഈ ഭൂമി ജീവിച്ചിരിക്കണം. അതിന് പേര് പറയാം, അവരെ കാണണം, അവർ കഴിഞ്ഞാൽ അതൊക്കെ ഒരു ആഗ്രഹമാണ്. സ്വത്ര നല്ല ആഗ്രഹങ്ങളല്ലേ. അമ്മേ, അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ആർക്കും മരിക്കാനൊന്നും എന്തില്ല? സ്വത്രം എന്തില്ല? താല്പര്യമില്ല. മരിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഇല്ല. സ്വത്രം. പിന്നെ മരിക്കാൻ താല്പര്യം, ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല എന്ന് പറയുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യണേ? എന്തായാലും ഒരു കച്ചിത്തുരുമ്പിന് സാധ്യതയുണ്ട് ഇവർ കുറച്ചുകൂടെ ജീവിക്കാം. ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് മരിച്ചാൽ മതി എന്ന് പറയണേ. അമ്മേ, ഇനി ഡോക്ടർ മേലാ കിടക്കാൻ എഴുന്നേക്കത്തില്ല, നീ മേലെ ആരോഗ്യത്തോടെ നടക്കത്തില്ല, നിന്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആഗ്രഹം അങ്ങനെ അബദ്ധത്തിൽ പിന്നെ പിശാചി എല്ലാം കൂടെയാണ് മരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, മരിക്കാൻ ആർക്കും താല്പര്യമില്ലാതെ ഇരിക്കുമ്പോൾ ആ 10 അപ്പോസ്തലന്മാരും ഒന്നിനു പുറകെ ഒന്നായി രക്തസാക്ഷികളാകുകയാണ്. ഇവിടെ മുമ്പിലുള്ള ചേട്ടൻ, ആ സഹോദരൻ സ്നേഹിതൻ 10 പേരിൽ ഒരു പ്രായം കൂടിയവൻ, അവൻ രക്തസാക്ഷിയായി, അവന് വാളുകൊണ്ട് വെട്ടിക്കൊന്നു. വേറൊരുത്തനെ അവൻ നെടുകെ സ്വത്രം വാളുകൊണ്ട് അറുത്തു കൊന്നു. സ്വത്രം ഈർച്ചവാളിനാൽ അറുത്തു കൊന്നു. വേറൊരുത്തനെ സ്വത്രം വലിയ 2 മരം ആഞ്ഞു വലിച്ചിട്ട് 2 കാലുകൾ അതിൽ കെട്ടിയിട്ട് സ്വത്രം മരത്താൽ അവരെ അവൻ കെട്ടിക്കഴിഞ്ഞ് വിട്ടിട്ട് പിളർത്തി കൊന്നു. സ്വത്രം. അടുത്തയാളെ സിംഹത്തിന് ഇട്ടുകൊടുത്തു. അപ്പം 3-4 മരിച്ചു കഴിഞ്ഞപ്പോ 5-ാമത്തവന് ജീവിക്കാൻ കൊതിയില്ലേ? കൊതിയുണ്ട്. പക്ഷേ അടുത്തയാൾ ഈ വിശ്വാസം ഉറച്ചു നിൽക്കുക. എന്തിന്? അവർക്ക് സ്വർഗത്തെ കുറിച്ചൊരു നല്ല വെളിപ്പാട്. ഹല്ലേലൂയ. സ്വർഗത്തെ കുറിച്ച് വെളിപ്പാട് കിട്ടിയപ്പോ 4 അല്ലെങ്കിൽ 5 അടുത്തയാൾ മരിക്കാൻ റെഡി ആയിട്ട് നിന്നത് ആണ്. ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവർ മരിക്കാൻ തയ്യാറായതിന്റെ ഒരു പ്രധാന കാരണം അപ്പുറത്ത് ഒരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്ന് വെളിപ്പാടാണ്. മരിക്കാൻ റെഡിയായി ഒരുക്കി നിർത്തിയത്. അവര് 10 പേര് ആമേ രക്തസാക്ഷികളായി ദൈവത്തിന്റെ സന്നിധിയിൽ മരിച്ചതിന്റെ കാരണം, ആമേ മരിക്കാൻ കാരണം തന്നെ ആ സ്വർഗീയ വെളിപ്പാടാണെന്ന്. സ്വർഗീയ വെളിപ്പാട് വേണം. ഈ ദിവസം നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു കാഴ്ചപ്പാട് അകത്ത് കയറണം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന്? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കൈയൊന്നും ചോദിക്കണ്ട, പൊക്കവും പിറയൊന്നും വേണ്ട. എത്ര പേര് ആഗ്രഹിക്കുന്ന ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ? സ്വന്തം എൻ്റെ ഭാര്യ പോകണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പോകണം, എൻ്റെ അപ്പം പോകണം, എൻ്റെ അമ്മ പോകണം, എൻ്റെ മക്കൾ പോകണം, എൻ്റെ അയൽവാസി പോകണം, എൻ്റെ ചാർച്ചക്കാർ പോകണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞാനും എൻ്റെ വീട്ടുകാരും മാത്രം പോയാൽ പോരാ, എൻ്റെ നാട്ടുകാർ മുഴുവൻ സ്വർഗത്തിൽ പോകണമെന്ന്? ഹല്ലേലൂയ. ഇനി ഞാൻ ചെയ്യട്ടെ, സ്വർഗത്തിൽ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയണം ആഗ്രഹിക്കുന്നത്.
സ്വത്രം. നമ്മളൊക്കെ പറയാം ഉണ്ട് വർഷമുണ്ട് വർഷം. ആമേൻ സ്വതം. ശരിക്കും സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, നമ്മുടെ വീട്ടുകാരെല്ലാം സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ശരിയാണ് സ്വത്രം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ശാന്തമായി ഇരുന്ന് ചിന്തിക്കുക. സ്വർഗത്തിൽ പോകണം ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സ്വത്രം അവൻ കുടുംബത്തിനകത്ത് വീട്ടിനകത്തുള്ളവർ സ്വർഗത്തിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്തു? ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ സ്വർഗത്തിൽ പോകണം നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, സ്വത്രം, സ്വർഗത്തിൽ പോകാൻ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മളോട് തന്നെ ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്തു? ഒരു നേരം ആഹാരം തുടങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ പ്രാർത്ഥിക്കും. പലരും നമ്മുടെ ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ മൊത്താഗോളം എടുക്കണം. കാരണം നിങ്ങളെ മാത്രം ഒന്ന് ചിന്തിച്ച് എനിക്ക് പിന്നെ പ്രസംഗിക്കാൻ പറ്റാണ്ട് വരും. എല്ലാവർക്കും കുറെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആരും ഒന്നും ചെയ്യാത്തവരാണ്. ഞാൻ പറയട്ടെ സ്വത്രം, അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ആഗ്രഹം വന്നാൽ സ്വത്രം, നമുക്ക് നല്ല ഒരു ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായ, പേഴ്സിൽ പൈസ ഉണ്ടായി നമുക്ക് ആഹാരം കിട്ടില്ല. കിട്ടുമോ? സ്വത്രം. ഒന്നാലെ വിളിച്ച് ഓർഡർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ റെഡിയായി നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം KFC കിട്ടുകയാണെങ്കിൽ പാലക്കാട് വരെ പോകണം. സ്വത്രം. ഇനി വേറെ ഏതാണെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ഹോട്ടലിൽ പോകണം. നല്ല ഹോട്ടലിൽ പോകണമെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാക്കണം, അതിന് നമ്മൾ പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വെറും ആഗ്രഹങ്ങൾ കൊണ്ട് ഇരിക്കുന്നവരാകരുത് നമ്മൾ. സ്വത്രം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ നിസ്സഹായരാണ്. പല കാര്യങ്ങളും നമുക്ക് കുറേ ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലാത്ത ആരുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ്, ആഗ്രഹത്തിനകത്ത് നിസ്സഹായരാണ്. സ്വത്രം. നിസ്സഹായരായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം, ഈ ആഗ്രഹങ്ങളിൽ നിന്ന്, നിസ്സഹായത അവസ്ഥയിൽ നിന്ന് ആത്മീയകോണത്തിൽ നമുക്ക് പ്രാർത്ഥന ഉപവാസമായിട്ട് കയറി വരാൻ പറ്റും. ഹല്ലേലൂയ. ഈ ദിവസം നമ്മൾ വീട് വെക്കുന്നതിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. കുഞ്ഞ് പാസ്സാകാൻ വേണ്ടി ഉപവാസം നടത്തിയിട്ടുണ്ട്. നല്ല കാര്യം, അതെല്ലാം വേണം. സ്വത്രം. ഹല്ലേലൂയ. പക്ഷേ ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി എൻ്റെ വീട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, എൻ്റെ ഇന്നയാൾ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാൾ, എൻ്റെ കൂടെ ജോലി ചെയ്യും, അവർക്ക് വേണ്ടി നമ്മൾ ഒരു നേരം അതിനു വേണ്ടി മാത്രം ഉപവസിച്ച് എത്ര പേരുണ്ട്? ആമേൻ. നിങ്ങൾ ആരും പറയണ്ട എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞേ. സ്വർഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ആ വെളിപ്പാടി കയറിയിട്ടില്ല. ഇവരെങ്ങോട്ടാ പോണേന്നുള്ള ചിന്ത നമ്മളെ ഭരിച്ചിട്ടില്ല. ഇവർക്ക് വരാൻ പോകുന്ന അധോഗതിയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഇതുവരെ ഒരു പെയിൻ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഉപവസിക്കും. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ആത്മീയ ലോകത്ത് എന്തായാലും നടക്കണ ഉപവാസവും പ്രാർത്ഥനയെ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ താനെ ആരും പറയാതെ ഉപവസിക്കും. ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും അധികമായി സ്നേഹിക്കുന്നെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് നിങ്ങൾ അവർക്ക് വേണ്ടി മാറിയിരുന്ന് സ്വത്രം ഒരു നേരമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് നിങ്ങൾക്കൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉപവസിച്ച ഹല്ലേലൂയ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിത്യജീവൻ എന്നുള്ളത് നമ്മുടെ അകത്ത് കയറിയാൽ, ഹല്ലേലൂയ, നിത്യജീവൻ എന്നുള്ള സംഭവം നമ്മുടെ അകത്ത് കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ഒറ്റ കാര്യം നമ്മൾ ബാക്കി തുടർന്ന് ചിന്തിക്കാം. ഇന്ന് കർത്താവ് വന്നാൽ നിത്യജീവനായിട്ടാണോ നമ്മൾ ഉയർക്കുക, അതെയോ നരകത്തിലേക്ക് പോകാൻ വേണ്ടിയാണോ, അതെയോ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളുടെ പ്രഭ പോലെ ശോഭിക്കാൻ വേണ്ടിയാണോ, സ്വർഗത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? ആമേൻ. സ്വർഗത്തിൽ നമ്മൾ കാണുമോ? യേശു കർത്താവിനെ ആമേശ്വത്രം നാം ആലിംഗനം ചെയ്ത്, അവൻ നമ്മളെ ആലിംഗനം ചെയ്ത് നമ്മുടെ കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കുമോ?